നമസ്കാരം. ഇന്ന് ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കരൂർ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാകാതെ തമിഴ് ജനത. മരണം 39ആയി. പരിക്കേറ്റ 100ഓളം പേർ ചികിത്സയിൽ. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ TVK. ചെന്നൈയിൽ തുടർന്ന് വിജയ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണം. ശനിയാഴ്ചത്തെ റാലി മാറ്റിവെച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 20 ലക്ഷം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ജേക്കബ് തോമസ് IPS സംഘപരിവാറിലേക്ക് മടങ്ങുന്നു. RSSൽ സജീവമാകും. ഒക്ടോബറിൽ പഥസഞ്ചലനത്തിൽ പങ്കെടുക്കും. സംഘടന ഏൽപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുമെന്ന് ജേക്കബ് തോമസ്. സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കൊടുമണ്ണയിൽ കരയോഗ കെട്ടിടങ്ങൾക്ക് മുന്നിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധ ബാനർ. തിരുവല്ല പെരിങ്ങയിലും ബാനർ. മുസ്ലിം ലീഗിനെതിരെ SNDP യൂണിയൻ മുഖ മാഗസിനിൽ ലേഖനമെഴുതി KT ജലീൽ. സാമ്പത്തിക തട്ടിപ്പുകളിൽ മുങ്ങിക്കുളിച്ച് മുസ്ലിം ലീഗ് എന്ന വിമർശനം. പിണക്കം മറന്ന് മുഖ്യമന്ത്രിയും ഗവർണറും. മുൻ ധാരണ പ്രകാരം ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയ രാജ്ഭവനിലെ പരിപാടിയിലെത്തി മുഖ്യമന്ത്രി. രാജ്ഭവന്റെ മാസികയായ രാജഹംസം പ്രകാശനം ചെയ്തു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ. തോൽവി അറിയാതെ എത്തിയ ഇന്ത്യ കിരീട പ്രതീക്ഷയിൽ. മത്സരം രാത്രി 8-ന് ദുബായ്. വിശദമായി നോക്കാം. കരൂരിൽ TVK റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ സ്വമേധയാ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ വിജയ്. ശനിയാഴ്ച നടക്കാനിരുന്ന റാലി ഒഴിവാക്കാൻ TVK ഓൺലൈൻ യോഗത്തിൽ തീരുമാനമായി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും പ്രഖ്യാപിച്ചു. അതേസമയം വിജയ്ക്കെതിരെ ഉടനടി നിയമ നടപടി വേണ്ടെന്നാണ് DMKയുടെ നിലപാട്. വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നതിന് ശേഷം നടപടികളിലേക്ക് കടക്കാമെന്നാണ് തീരുമാനം. തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റ 80ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി തമിഴ്നാട്ടിൽ നിന്ന് സഞ്ജയനും ഒപ്പം അഭിലാഷ് രാധാകൃഷ്ണനുമാണ് ചേരുന്നത്. ആദ്യം അഭിലാഷിലേക്ക് പോവുകയാണ്. അഭിലാഷ്, ഇപ്പോൾ നിരവധി തീരുമാനങ്ങളിലേക്കൊക്കെ TVK എത്തിയിട്ടുണ്ട്. ഒന്ന്, കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? TVK പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതോടൊപ്പം തന്നെ ഇപ്പോൾ വിജയ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് ഈ ഘട്ടത്തിൽ TVK? ആര്യ, ഇപ്പോൾ ആകെ പ്രതിച്ഛായ മുഴുവൻ മങ്ങി നിൽക്കുന്ന ഒരു TVKയാണ്. അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ TVKയും വിജയും നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അല്പനേരങ്ങൾക്ക് മുമ്പ് മരിച്ചവർക്ക് 20 ലക്ഷം രൂപയും അതുപോലെ പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും വീതം TVK പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെയാണ് പുതിയൊരു തീരുമാനം വരുന്നത്. അതായത് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ, അതായത് ഇന്നലെ നടന്ന വലിയ ദുരന്തത്തിൽ കോടതിയെ സമീപിക്കാനും കോടതിയിൽ ഒരു ഹർജി നൽകാനുമാണ് TVKയുടെ തീരുമാനം. ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ പോയി ഹർജി നൽകാനാണ് ഇപ്പോൾ TVK തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ എന്താണ് ഇന്നലെ നടന്നതെന്നുള്ളതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. അതുപോലെ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ അതിൽ ടാപ്പ് ചെയ്യപ്പെടാതെ അത് മറ്റു രീതിയിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനും കോടതി നേരിട്ട് ഇടപെടണം എന്നുള്ള ഒരു തീരുമാനമാണ്. അതിനു വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാനാണ് TVK ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഈ വിഷയത്തിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന ഹർജി നാളെ കോടതി പരിഗണിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ കോടതിയുടെ ഒരു സ്വമേധയാ തീരുമാനം വരും. അതിലൊരു അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് സർക്കാരും DMKയും കാത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ TVK ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇന്നലെ വരെ വലിയ രീതിയിൽ ജനപിന്തുണയും പങ്കാളിത്തവും ഉണ്ടായിരുന്ന പരിപാടികൾ ഈ ഒരു ദുരന്തത്തോടുകൂടി 39 പേരുടെ മരണത്തോടുകൂടി ഈ ഒരു വലിയ ദുരന്തമുണ്ടായതിനു ശേഷം വിജയ് അവിടെ നിൽക്കാതെ ആ സ്ഥലത്ത് കരൂരിൽ തുടരാതെ പകരം ചെന്നൈയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്ത വിഷയത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ വിജയ്ക്ക് നേരെ സോഷ്യൽ മീഡിയകളിലും അല്ലാണ്ട് നേരിട്ടും തന്നെ വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെ മറികടക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ TVKയുടെ ഓൺലൈൻ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ
കോടതിയെ സമീപിക്കാനും അതുപോലെ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം നൽകാനുമുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തോ ഒരു അട്ടിമറി സാധ്യതയുണ്ട് എന്നൊരു നിരീക്ഷണം കൂടി TVKയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു റാലി, TVKയുടെ റാലി വരുമ്പോഴും ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളോ നിയന്ത്രണങ്ങളോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ DGPയുടെ ഒരു പരാമർശം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. 500 പോലീസുകാരെ അവിടെ വിന്യസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതേ DGP തന്നെ പറയുന്നുണ്ട് 10,000 മുതൽ 20,000 പേരെ വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന അതേ DGP തന്നെയാണ് ഈ പ്രദേശത്ത് 500 പോലീസുകാരെ വിന്യസിച്ചിരുന്നു എന്ന് പറയുന്നത്. അത് കൃത്യമായി ഈ പരിപാടിയിൽ ആളുകൾ എത്തുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണം, അത്തരത്തിൽ കൃത്യമായൊരു നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. അത് മാത്രമല്ല, കോളനിപ്പട്ടി എന്ന് പറയുന്ന തൊട്ടടുത്ത് മറ്റൊരു വിസ്തൃതമായ സ്ഥലമുണ്ട്. അവിടെ DMK അവരുടെ പരിപാടികൾ വെച്ചിട്ട് അതിനേക്കാളും വലിയ റാലി വരുമ്പോൾ വളരെ ചെറിയ ഇടുങ്ങിയ സ്ഥലത്തേക്ക് റാലിക്ക് അനുമതി കൊടുക്കുന്ന രീതിയൊക്കെയുണ്ട്. ഇതൊക്കെ കോടതിയിൽ ഹർജിയായി ഉന്നയിക്കാനാണ് TVKയുടെ തീരുമാനം. ഇതിലൊരു അട്ടിമറിയുണ്ട്. ജനപിന്തുണ TVKയ്ക്ക് വരുന്ന ജനപിന്തുണ അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാവുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി TVK ഉന്നയിക്കാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്ന് തന്നെ ഹൈക്കോടതി ജഡ്ജിയെ വീട്ടിൽ പോയി കാണാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ DMKയുടെ തീരുമാനമുണ്ട്. വിജയ്ക്കെതിരെ നേരിട്ട് ഇപ്പോൾ ഉടനടി ഒരു തീരുമാനം, അല്ലെങ്കിൽ ഉടനടി ഒരു നിയമ നടപടി വേണ്ട, കോടതിയുടെ നിരീക്ഷണങ്ങൾ നാളെ വന്നതിന് ശേഷം മാത്രം കൂടുതൽ വിജയ്ക്കെതിരെ നടപടികളിലേക്ക് കടക്കണം അങ്ങനെയാണ് ധാരണ എടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഉടനടി ഒരു വിജയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടായാൽ, ഒരു നിയമ നടപടി ഉണ്ടായാൽ, ഒരു അറസ്റ്റ് ഉണ്ടായാൽ, ഒരു കസ്റ്റഡി ഉണ്ടായാൽ, അതൊരു പക്ഷേ വിജയ്ക്കെതിരെ ഉണ്ടായ ഒരു മോശം പ്രതിച്ഛായ അത് മറികടക്കാൻ വിജയ്ക്ക് ഒരു ആയുധം കൊടുക്കുന്നത് പോലെയാകും. അതുകൊണ്ട് നിലവിൽ കോടതിയുടെ നിരീക്ഷണം വരുന്നതുവരെ കാത്തിരിക്കാം എന്നുള്ളതാണ് DMKയുടെ നിലപാട്. എന്തായാലും ഇന്നലെ വരെ ഉണ്ടായിരുന്ന TVKയുടെ ഒരു പ്രതിച്ഛായ ഒരുപക്ഷെ സംസ്ഥാനത്ത് 20 സീറ്റുകൾ വരെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. കാരണം അത്രയധികം ആളുകളാണ് വിജയുടെ പരിപാടി കാണാനും വിജയെ കാണാനുമായിട്ട് ആ പ്രദേശത്തെത്തുന്നത്. ഈ തടിച്ചുകൂടുന്ന ആളുകളിൽ 60% പേരുടെ വോട്ട് TVKയ്ക്ക് ലഭിച്ചാൽ തന്നെ വലിയ വിജയം TVKയ്ക്ക് വരുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് നേടാനാകും. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വിജയ്ക്കെതിരെ ഇത്തരത്തിലൊരു കരൂരിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും. അഭിലാഷ് രാധാകൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സഞ്ജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സഞ്ജയൻ, കണ്ണീർ ഭൂമിയായി കരൂർ അവശേഷിക്കുകയാണ്. ഇപ്പോഴും തമിഴ് ജനത ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. അത് ഉടനടി മുക്തമാകുന്ന ഒന്നുമല്ല. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം അത് എങ്ങനെയാണ് സഞ്ജയൻ? തീർച്ചയായും ആര്യ, 39 പേരുടെ ജീവനാണ് ഇതുവരെയും വിജയുടെ TVK പാർട്ടിയുടെ റാലിക്കിടെ അപഹരിച്ചത്. അതിൽ 10 കുട്ടികൾ, 2 വയസ്സായ ഒരു കുട്ടിയും ഉണ്ടെന്നതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. 17 സ്ത്രീകൾ, 12 പുരുഷന്മാരിൽ നിന്നിങ്ങനെ 39 പേരാണ് മരിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ ബന്ധുക്കളുടെ രോദനം ഇപ്പോഴും നിലയ്ക്കാതെ അവിടെ തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിജയ്ക്കെതിരെ പല വിമർശനങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനിടയിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന നടപടികളും നടന്നു വരുന്നു. വിജയ്ക്കെതിരെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതായത് വെറും ഇന്നലെ അർദ്ധരാത്രിയിൽ മാധ്യമങ്ങളെ കണ്ട ഇൻചാർജ് DGP വെങ്കട്ട് രാമൻ പറഞ്ഞത് 500 പോലീസുകാർ, അതായത് 10,000 പേർ പങ്കെടുക്കുമെന്ന റാലിക്ക് 500 പോലീസുകാരെ നിയോഗിച്ചു സുരക്ഷാ ചുമതലയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നേരത്തെ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന വിജയുടെ ഈ മീറ്റ് ദ പീപ്പിൾ റാലിയുടെ ഭാഗമായി, മുൻ അനുഭവത്തിന്റെ ഭാഗമായി തന്നെ ഈ നിശ്ചയിച്ച ഈ റാലികൾക്ക് മുൻകൂട്ടി നിശ്ചയിക്കുന്ന ജനങ്ങളല്ല അവിടെ തടിച്ചുകൂടുന്നത്. അദ്ദേഹത്തിന്റെ ആരാധന മൊത്തം സ്ത്രീകളും കുട്ടികളും വയോധകരും എന്നിങ്ങനെ പല 10,000-കണക്കിന് ജനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഈ നിർദ്ദേശിക്കുന്ന 10,000-ൽ ഒതുങ്ങില്ല, 10,000-കണക്കിന് ജനം വരുമെന്ന് പോലീസിന് തന്നെ മുൻകൂട്ടി അറിയാം. എന്നിട്ട് ഈ സാഹചര്യത്തിലാണ് വെറും 500 പോലീസുകാരെ, ഇത്ര അധികം ജനം തടിച്ചുകൂടിയ ഒരു റാലിക്ക് സുരക്ഷാ സംവിധാനം ഒരുക്കാൻ ഒരു 500 പോലീസുകാരെ മാത്രം നിയോഗിച്ചത് ഒരു നിഗൂഢത, അതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് വിജയുടെ ഭാഗത്ത് നിന്ന് ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആരുടെയെങ്കിലും നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ടോ? ആര്യ, തീർച്ചയായും പരിക്കേറ്റ് ചികിത്സയിൽ 50-ലധികം പേർ കഴിയുന്നുണ്ട്. ഇതിൽ ഒരു 5ഓളം പേരുടെ നില ഗുരുതരമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവർക്ക് തീവ്ര ചികിത്സ അളിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് ആര്യ. തീർച്ചയായും.
സഞ്ജയനാണ് തമിഴ്നാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റുപറ്റിയത്, വീഴ്ച സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും വലിയ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. വിജയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന് ഒരുപക്ഷം പറയുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാണ് എന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിരുച്ചിറപ്പള്ളിയിലെ ആദ്യ റാലി മുതൽ പ്രകടമായിരുന്നു സംഘാടനത്തിലെ ടിവികെയുടെ വീഴ്ചകൾ. വിജയ് എത്തുന്നിടത്ത് ജനസാഗരം ഇരമ്പി എത്തുമെന്നത് വ്യക്തമാണ്. എന്നിട്ടും ക്രമീകരണങ്ങൾ നടത്താൻ ടിവികെ തയ്യാറായില്ല. നിർദ്ദേശങ്ങൾ നൽകിയതല്ലാതെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലീസും ഉറപ്പാക്കിയില്ല. വീഴ്ച ആരുടെ ഭാഗത്താണ് എന്ന് നോക്കാം. തങ്ങളുടെ പ്രിയ ആരാധനമൂർത്തിയെ കാണാൻ പൊള്ളുന്ന വെയിലിൽ ദാഹജലം പോലും കുടിക്കാതെ മണിക്കൂറുകൾ കാത്തുനിന്നത് 2 ലക്ഷത്തോളം ജനങ്ങളാണ്. സിനിമയിൽ ഒരു നാടിനെ മുഴുവൻ ഒറ്റയടിക്ക് രക്ഷിക്കുന്ന സൂപ്പർ ഹീറോ തങ്ങളുടെ എല്ലാം ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് അന്ധമായി വിശ്വസിച്ച, ഇപ്പോഴും വിശ്വസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ. ജനങ്ങളുടെ തായ്മാമൻ, അതായത് അമ്മാവൻ എന്നാണ് രാഷ്ട്രീയക്കാരനായ ദളപതിയെ വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മാറ്റം കൊണ്ടുവരാൻ വിജയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് യുവാക്കളിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നു. വിജയ് എത്തുന്നിടത്ത് കൂട്ടമായി മാറുന്നതിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാർ തന്നെ. കൈക്കുഞ്ഞുങ്ങളും കുട്ടികളുമായി അടക്കം വന്നവർക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: വിജയിയെ, തങ്ങളുടെ നായകനെ ഒരു നോക്ക് കാണുക, അത്രമാത്രം. വെള്ളിത്തിരയിൽ കോരിത്തെരിപ്പിക്കുന്ന വിജയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴും ഒരു താരത്തിനപ്പുറം രാഷ്ട്രീയക്കാരനാകാൻ സാധിക്കാതെ പോയി എന്നാണ് എതിർചേരികൾ വിമർശിക്കുന്നത്. രാഷ്ട്രീയത്തിലും സംഘാടനത്തിലുമുള്ള പരിചയക്കുറവ് വിജയുടെ എല്ലാ പരിപാടികളിലും പ്രകടമാണ്. തനി സിനിമ സ്റ്റൈൽ ആഘോഷങ്ങളും ആവേശങ്ങളുമാണ് വിജയുടെ ശൈലി. കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗങ്ങളും എതിർ പാർട്ടികളെ സിനിമാ ഡയലോഗുകളെ വെല്ലുന്ന ഡയലോഗുകൾ കൊണ്ട് വിമർശിക്കുകയും ചെയ്യുന്ന വിജയിയെ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ. അത് വിജയ് ആരാധകരെ സ്വാധീനിക്കാറുമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് അതിനപ്പുറം ഉത്തരവാദിത്തമുണ്ടെന്ന് വിജയ് മറന്നുപോയോ? എവിടെയാണ് വിജയ്ക്ക് പാളിയത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് നടത്തുന്ന സംസ്ഥാനതല പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു കരൂരിലെ റാലി. സെപ്റ്റംബർ 13 തിരുച്ചിറപ്പള്ളിയിൽ നിന്നായിരുന്നു തുടക്കം. അന്നത്തെ ആദ്യ പര്യടനത്തിൽ തന്നെ പാളിച്ചകളുടെ ഒരു വലിയ ഘോഷയാത്ര ഉണ്ടായിരുന്നു. രാവിലെ 10:35-നും 11-നും ഇടയ്ക്ക് പരിപാടിയുടെ ഉദ്ഘാടന സദസ്സിൽ എത്തുമെന്ന് പറഞ്ഞ വിജയ് എത്തിയത് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. കാരണം ഈ വലിയ തിരക്ക് തന്നെ. എയർപോർട്ട് മുതൽ തുടങ്ങിയ ജനാവലി വഴി നീളെ തിങ്ങി നിറഞ്ഞു. തിരുച്ചിറപ്പള്ളിയിൽ ചത്തിരം ബസ് സ്റ്റാൻഡാണ് ഉദ്ഘാടന വേദിയായി ടിവികെ ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിന് പോലീസ് അനുമതി നൽകിയില്ല. കാരണം ഈ തിരക്കിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലപരിമിതിയായിരുന്നു. പിന്നീട് മറക്കടൈ ഗാന്ധി മാർക്കറ്റിൽ പരിപാടി നടന്നു. അന്ന് അനിയന്ത്രിതമായി ജനസാഗരം ഒഴുകിയെത്തുകയും പേരമ്പല്ലൂരിലെ റാലി കഴിഞ്ഞ് നടക്കേണ്ടിയിരുന്ന അരിയല്ലൂർ റാലി ക്യാൻസൽ ചെയ്ത് വിജയ്ക്ക് മടങ്ങേണ്ടി വന്നതും ഈ തിരക്ക് കാരണം പോലീസ് നിർദ്ദേശപ്രകാരമായിരുന്നു. തുടർന്നാണ് പോലീസ് 25 മാർഗനിർദ്ദേശങ്ങൾ വിജയിയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. റോഡ് ഷോകൾ, സ്വീകരണങ്ങൾ, വാഹന വ്യൂഹങ്ങൾ എന്നിവയ്ക്ക് കർശന നിയന്ത്രണമായിരുന്നു. തുറസായ മൈതാനങ്ങളിൽ വെച്ചല്ലാതെ പരിപാടികൾ നടത്താൻ പാടില്ല എന്നതായിരുന്നു അതിൽ പ്രധാനം. റോഡ് ഷോ പാടില്ല എന്ന നിർദ്ദേശം ഇരിക്കെയാണ് കരൂരിൽ വിജയുടെ റോഡ് ഷോ നടന്നത്. പകൽ സമയത്ത് മാത്രമേ പരിപാടി പാടുള്ളൂ എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. രാവിലെ 10-നും 11-നും ഇടയിൽ നടക്കണമെന്ന് നിർദ്ദേശിച്ച പരിപാടി സ്ഥലത്ത് വിജയ് എത്തിയത് രാത്രി 7:40-നാണ്. രാവിലെ 10 മണി മുതൽ ആളുകൾ കാത്തുനിൽക്കാൻ തുടങ്ങിയതാണ്. 12 മണിക്ക് വിജയ് എത്തുമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ മുതൽ വിജയെ കാത്ത് പൊരിവേലിൽ വെള്ളം പോലും കുടിക്കാതെ ജനങ്ങൾ കാത്തിരുന്നു. കരൂരിൽ തുറസായ സ്ഥലത്ത് റാലി നടത്തണമെന്ന ആവശ്യം ടിവികെ ഭാരവാഹികൾ നിരസിച്ചതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. സ്ഥലത്ത് കുടിവെള്ളം നൽകാൻ ക്രമീകരണങ്ങളില്ലായിരുന്നു. തുറന്ന മൈതാനമാണെങ്കിൽ കൂടുതൽ സുരക്ഷിതമായേനെ എന്ന നിർദ്ദേശം സംഘാടകർ അംഗീകരിച്ചില്ല. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ പാർട്ടി തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നും പോലീസ് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഒന്നും ചെയ്തിരുന്നില്ല. പാർക്കിംഗ് സൗകര്യം വേണമെന്നിരിക്കെ വേലുച്ചാമിപുരത്തെ ബൈപ്പാസിൽ ആളുകൾക്ക് നിന്ന് തിരിയാൻ പോലും ഇടമുണ്ടായിരുന്നില്ല. നേരത്തെ പോലീസ് ആവശ്യപ്പെട്ട നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ടിവികെ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി തന്നെ നിർദ്ദേശിച്ച കാര്യമായിരുന്നു ഗർഭിണികളും കുട്ടികളും പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നത്. എന്നാൽ തമിഴക വെട്രി കഴകം ഈ നിർദ്ദേശം ജനങ്ങളോട് ഉയർത്തിയില്ല. എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു.
കരൂരിലെ ദുരന്തത്തിൽ ഗർഭിണികൾക്കും കുട്ടികൾക്കും അടക്കമാണ് ജീവൻ നഷ്ടമായത്. ആംബുലൻസിന് എത്താൻ തടസ്സം പാടില്ല എന്നിരിക്കെ ആംബുലൻസിന് ആളുകൾ കുഴഞ്ഞു വീണ സ്ഥലത്തേക്ക് എത്താൻ ക്രമീകരണം ഉണ്ടായില്ല. കൂടാതെ ആംബുലൻസ് എത്തിയപ്പോൾ വിജയ് അത് തന്റെ പരിപാടി തടസ്സപ്പെടുത്താൻ മറ്റ് പാർട്ടികൾ ഏർപ്പെടുത്തിയ രാഷ്ട്രീയ കളിയായി പരിഹസിക്കുകയും ചെയ്തു. എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും വിജയ്ക്ക് സാധിക്കാതെ പോയി. കുടിവെള്ളം പോലും ഇല്ലാതെ വലഞ്ഞ ജനമാണ് തനിക്ക് ചുറ്റും നിൽക്കുന്നത് എന്നും വിജയ്ക്ക് മനസ്സിലായത് ജനങ്ങൾ കുഴഞ്ഞു വീണപ്പോഴായിരുന്നു. തന്റെ കയ്യിലിരുന്ന കുപ്പിവെള്ളം ജനങ്ങൾക്ക് നേരെ എറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവർക്ക് വെള്ളം കൊടുക്കൂ എന്ന് വിജയ് മൈക്കിൽ കൂടി പറയുന്നുമുണ്ട്. വിജയ് എറിഞ്ഞ കുപ്പി പിടിക്കാൻ ജനങ്ങൾ ശ്രമിച്ചതും ഈ അപകടത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. അഗ്നിരക്ഷാ സംവിധാനം സജ്ജമായിരുന്നുവെങ്കിലും ജനബാഹുല്യം കാരണം അവർക്ക് പ്രവർത്തിക്കാനായില്ല എന്ന് മാത്രമല്ല, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് ജനങ്ങൾ മരത്തിന് മുകളിലും കെട്ടിടത്തിന് മുകളിലുമൊക്കെ കയറിയിരുന്നത്. താൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ തന്നെ കാണാൻ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുമെന്നറിയാവുന്ന വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഒരു മുൻകരുതൽ എടുക്കുകയോ ഉത്തരവാദിത്തം കാണിക്കുകയോ ചെയ്തില്ല. മാത്രമല്ല, പോലീസ് നിയന്ത്രണങ്ങൾ തന്റെ രാഷ്ട്രീയ പരിപാടി തകർക്കാനുള്ള ശ്രമമായി വിജയ് വ്യാഖ്യാനിക്കുകയും ചെയ്തു. ജനങ്ങളുടെ സുരക്ഷയും വികാരത്തെയും നിസാരവൽക്കരിക്കുകയാണ് ഉണ്ടായത്. കൺമുന്നിൽ ദുരന്തമുണ്ടായപ്പോൾ അവർക്കൊപ്പം നിൽക്കാതെ തൽക്ഷണം ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പറന്ന വിജയിയെ വിമർശിക്കുന്നത് എതിർ പാർട്ടികൾ മാത്രമല്ല, അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾ കൂടിയാണ്. ഇനി വിജയ് എത്തിയാൽ ചെരുപ്പെറിയുമെന്ന് വരെ അവർ പറയുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം എല്ലാ പ്രധാന പാർട്ടി നേതാക്കളും കരൂരിലേക്ക് എത്തിയപ്പോഴാണ് വിജയും TVK നേതാക്കളും കരൂരിൽ നിന്ന് ഒളിച്ചോടിയത്. പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയും മറച്ചുവെക്കാനാകില്ല. നിർദ്ദേശങ്ങൾ നൽകിയെന്നല്ലാതെ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലീസ് ഉറപ്പുവരുത്തിയില്ല. മാധ്യമങ്ങളെ കണ്ട തമിഴ്നാട് DGP പറഞ്ഞത് അനുമതി നൽകിയത് 10,000 പേർക്കാണ്, കൂടിപ്പോയാൽ 20,000 പേരെ പ്രതീക്ഷിച്ചുവെന്ന്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 500 പോലീസുകാർ മാത്രമാണ് നിയന്ത്രണത്തിന് ഉണ്ടായിരുന്നത് എന്ന്. അപകടത്തിൽ പരിക്കേറ്റവരിൽ നിരവധി പോലീസുകാരുമുണ്ട്. വിജയുടെ വാഹനത്തിന് പിന്നാലെ ജനങ്ങൾ നടന്നും സ്വകാര്യ വാഹനങ്ങളിലും സഞ്ചരിച്ചതാണ് തിരക്ക് വർദ്ധിപ്പിച്ചത്. ഇത് തടയാൻ പോലീസ് ഇടപെട്ടില്ല. ഒപ്പം തിരക്കിന് നേരെ പോലീസ് ലാത്തി വീശിയെന്ന റിപ്പോർട്ടുമുണ്ട്. ആൾക്കൂട്ടത്തിന് നേരെ ലാത്തി വീശിയാലും വലിയ അപകടം സംഭവിക്കാം. ഒഴുകിയെത്തിയ ജനസാഗരത്തെ നിയന്ത്രിക്കാനാകാത്തതാണ് ദുരന്തത്തിലേക്ക് നയിച്ചത്. TVKയ്ക്കും വിജയ്ക്കും പോലീസിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി വിജയുടെ ഭാവി എന്താണ്? കരൂർ ദുരന്തം വിജയുടെ കുതിപ്പിന് തടയിടുമോ? ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന വിജയുടെ പ്രതീക്ഷ അസ്തമിച്ചോ? പരിശോധിക്കാം. 1970-കൾ തമിഴക രാഷ്ട്രീയത്തിന്റെ അലകും പിടിയും മാറ്റിയ ഒരു നേതാവ് ഉദയം ചെയ്തു. സാക്ഷാൽ MGR. MGRനെ കാണാനും കേൾക്കാനും വീഥികളിൽ ജനങ്ങൾ നിറഞ്ഞു. പൊതുയോഗങ്ങളിൽ ആളുകളുടെ വലിയ ഒരു തരംഗമുണ്ടായി. അങ്ങനെ MGR തമിഴക രാഷ്ട്രീയത്തിൽ ഒരു താരകമായി ഉദിച്ചുയർന്നു. കിരീടം വെക്കാത്ത രാജാവായി. പിന്നീട് ജയലളിത. നമുക്കറിയാം, ജയലളിതയും സമാനമായി തന്നെ തമിഴ് ജനതയുടെ മനസ്സു കീഴടക്കിയ സിനിമാ താരമാണ്. സിനിമയിൽ നിന്ന് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്ന അപൂർവം ചില ആളുകൾക്ക് മാത്രമേ തമിഴക രാഷ്ട്രീയത്തിൽ വഴി പിഴച്ചിട്ടുള്ളൂ. അതിലൊരാൾ കമൽഹാസനാണ്. നമുക്കറിയാം, കമൽഹാസന്റെ മക്കൾ നീതി മയ്യം വലിയ രാഷ്ട്രീയ പാർട്ടിയായി ഉദയം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ട് ശതമാനമൊക്കെ കാര്യമായി ലഭിക്കുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കമൽഹാസന് വൻ വീഴ്ച സംഭവിച്ചു. ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങുമെത്താനാവില്ല എന്ന രീതിയിൽ കാര്യങ്ങളെത്തി. ഏറ്റവും ഒടുവിൽ DMK-യിൽ അഭയം പ്രാപിച്ച് ഇപ്പോൾ രാജ്യസഭാ MP ആയി കമൽഹാസൻ മാറി. കമൽഹാസൻ വിജയ്ക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത്, ആൾക്കൂട്ടം കണ്ട് കൊതിക്കേണ്ട, ആൾക്കൂട്ടം വോട്ടാവില്ല. തൻ്റെ അനുഭവത്തിൽ നിന്ന് കമൽഹാസൻ പറഞ്ഞ കാര്യം വിജയ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകും. കാരണം വളരെ പെട്ടെന്ന് ഉദിച്ചുയർന്ന താരമല്ല വിജയ്. തുടക്കം മുതൽ തന്നെ ഏറെ അധ്വാനിച്ച് സിനിമയിൽ പണിയെടുത്ത് സൂപ്പർ താരമായി വളർന്നയാൾ. പിന്നീട് ഇങ്ങോട്ട് എല്ലാ സിനിമകളും 100 കോടി കവിഞ്ഞ കളക്ഷൻ നേടിയ താരം. തമിഴകത്ത് വലിയ ഫാൻ ബേസ് ഉണ്ട് വിജയ്ക്ക്. ആ ഫാൻ ബേസിനെ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നത് വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാനുള്ള ശ്രമങ്ങളാണ് വിജയ് നടത്തിയത്. താൻ MGRനെ പോലെയാണ് എന്ന് പറയാൻ വിജയ്ക്ക് മടിയുണ്ടായിട്ടില്ല.
തൻ്റെ കാരവാനിലും മറ്റും MGRന്റെ ചിത്രങ്ങൾ പതിപ്പിച്ചാണ് വിജയിയുടെ യാത്ര. പക്ഷേ ഇളയ ദളപതിയായ വിജയ് സാക്ഷാൽ രജനീകാന്തിനെ കുറ്റപ്പെടുത്തി രജനീകാന്തിനെ പൂർണ്ണമായും തള്ളി പല പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ MGRനും ജയലളിതയ്ക്ക് ശേഷം തമിഴക രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന സിനിമാ താരം രജനീകാന്ത് ആയിരിക്കും എന്ന് പലവട്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും രജനീകാന്തിൻ്റെ മന്ത്രങ്ങൾ അത് നടത്തുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രജനി രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല. സിനിമയിൽ മാത്രം തൻ്റെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ രജനി ശ്രമിച്ചു. രാഷ്ട്രീയത്തിൽ വന്നാൽ എന്താകുമെന്നുള്ള ഭീതി രജനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിവെച്ചാണ് വിജയ് 2 വർഷം മുമ്പ് TVK എന്ന പാർട്ടി സ്ഥാപിച്ചത്. വലിയ തുടക്കമായിരുന്നു, വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചു. ആദ്യത്തെ 1 വർഷം കാര്യമായി വിജയ് സ്വാധീനം ചെലുത്തിയില്ല എങ്കിൽ പോലും കഴിഞ്ഞ 1 വർഷങ്ങളിലായി ഈ അവസാനത്തെ 1 വർഷം വിജയുടെ യോഗങ്ങളിൽ വലിയ ആൾക്കൂട്ടങ്ങളുണ്ടായി. വിജയ് ചെല്ലുന്ന ഓരോ സ്ഥലങ്ങളിലും ജനം തടിച്ചുകൂടി. ലക്ഷക്കണക്കിന് ജനം വിജയെ ഒരു നോക്ക് കാണാനും വിജയുടെ വാക്കുകൾ കേൾക്കാനും എത്തി. വളരെ കൃത്യമായി തന്നെ DMKയും AIDMKയും BJPയെയും ടാർഗറ്റ് ചെയ്ത് തന്നെയായിരുന്നു വിജയുടെ ഓരോ പ്രസംഗങ്ങളും. DMK ഭരണകക്ഷിയായ DMK അഴിമതി പാർട്ടിയാണ് എന്ന് ഓരോ യോഗങ്ങളും വിജയ് ആവർത്തിച്ചു. ആദ്യമൊന്ന് സ്റ്റാലിൻ മൈൻഡ് ചെയ്തില്ല വിജയെ. പക്ഷേ ആളുകൾ ഇങ്ങനെ കൂടിയപ്പോൾ, വിജയുടെ പരിപാടികൾക്കൊക്കെ ആളുകൾ ഇങ്ങനെ എത്തിച്ചേർന്നപ്പോൾ സ്റ്റാലിനും വിജയ്ക്ക് മറുപടി കൊടുക്കേണ്ടി വന്നു. 20%-ലധികം വോട്ടുകൾ വിജയുടെ പാർട്ടി നേടും എന്ന തെരഞ്ഞെടുപ്പ് വിശകലനം കൂടി വന്നതോടുകൂടി സ്റ്റാലിനും AIDMKയും ഒക്കെ വിജയെ ഒന്ന് പേടിച്ചു തുടങ്ങി. നേരിട്ടുള്ള അറ്റാക്കാണ് വിജയുടെ രീതി. അത് ജനമനസ്സുകളിൽ വല്ലാതെ സ്വാധീനവും ചെലുത്തുന്നുണ്ട്. DMKയ്ക്കൊപ്പം AIDMKയും വളരെ കൃത്യമായി വിജയ് അറ്റാക്ക് ചെയ്തു. BJPക്ക് വോട്ട് ചെയ്യുന്നതിന് സമമാണ് ഈ 2 മുന്നണികൾക്കും വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് പൊതുവെ BJP വിരുദ്ധതയുള്ള തമിഴ്നാട്ടിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് വിജയ് ആലോചിച്ചിട്ടുണ്ടാവണം. വളരെ കൃത്യമായി തന്നെ ആ സ്പേസ് വിജയ് ഉപയോഗിച്ചു തുടങ്ങി. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? വിജയുടെ ഒറ്റ ഒരാളുടെ വീഴ്ച കാരണം പൊലിഞ്ഞത് 39 ജീവനുകളാണ് ഈ വീഡിയോ ചെയ്യും വരെ. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം ഒരു പക്ഷേ അപ്പോൾ അത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയക്കാരൻ്റെ നയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വിജയ്ക്ക് സാധിച്ചില്ല. അവിടെ വലിയ പരാജയം സംഭവിച്ചു. ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ വിജയ് ഈ സ്ഥലം വിടുകയാണ്. നേരെ ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കാതെ അടച്ചിട്ടിരിക്കുന്നു. ഒരു പ്രസ്താവന മാത്രം ഇറക്കുന്നു, തൻ്റെ ഹൃദയം വേദന കൊണ്ട് നിറയുകയാണ് എന്ന്. പക്ഷെ ആ പ്രസ്താവന തമിഴ് മക്കളുടെ മനസ്സിലേറ്റ ആഴത്തിലുള്ള മുറിവ് ഉണക്കുമോ? സാധ്യതകൾ വളരെ കുറവാണ്. കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമാണ് മരിച്ചു വീണത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി 11 മണിക്ക് എത്തുമെന്ന് പറയുന്നു. മണിക്കൂറുകൾ നീളുന്നു. 7 മണിയാകുന്നു, 7:45 ആവുന്നു. ഇത്രയധികം ജനങ്ങൾ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. വിജയെ കാണാനും വാക്കുകൾ കേൾക്കാനും ഒക്കെ കടുത്ത ചൂടുണ്ട്. ഒപ്പം വെള്ളം കിട്ടാതെ, ആഹാരം കിട്ടാതെ ഗർഭിണികളും കുഞ്ഞുങ്ങളും കുഴഞ്ഞു വീഴുകയാണ്. വളരെ പെട്ടെന്ന് മറക്കാവുന്ന സംഭവമല്ല ഇത്. അവിടെയാണ് വളരെ കൃത്യമായി DMK സർക്കാർ ആ ഗ്യാപ്പ് മുതലെടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ MK സ്റ്റാലിൻ അവിടെ വരുന്നു. ക്യാബിനറ്റ് യോഗം ചേരുന്നു. ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം. അങ്ങനെ വിജയ്ക്ക് സംഭവിച്ച വീഴ്ച തങ്ങൾക്കെങ്ങനെ ഗുണകരമാകുമെന്ന് DMK ചിന്തിച്ചു. അവിടെയാണ് രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രത്യേകതയുള്ള അനുഭവ പരിചയം അവർ ഉപയോഗിച്ചത്. വിജയ്ക്കും വിജയുടെ പാർട്ടിക്കും ഇല്ലാതായി പോയത് ആ അനുഭവ പരിചയം തന്നെയാണ്. ഒരു ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കാൻ വിജയ്ക്കൊപ്പം ആളുണ്ടായില്ല. ആ സ്ഥലത്ത് തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയുടെ തലവര മാറിയനെ. അവിടെ നേരെ ചെന്നൈയിലേക്ക് പോയത് ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കപ്പെട്ടു. അത് രാഷ്ട്രീയത്തിലെ പരിചയക്കുറവ് കൊണ്ടാണ്. അവിടെ തന്നെ തുടർന്നുകൊണ്ട് ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തിയില്ല എങ്കിൽ പോലും സംഭവവികാസങ്ങൾ വളരെ കൃത്യമായി വിലയിരുത്തിയിരുന്നുവെങ്കിൽ വിജയ്ക്ക് ഫാൻ ബേസ് കൂടിയേനെ. ഈ ദുരന്തം കൂടി വിജയ്ക്ക് അവസരമാക്കി എടുക്കാമായിരുന്നു. പക്ഷേ അത് വളരെ കൃത്യമായി DMK ഉപയോഗിക്കുകയാണ്. AIDMK നേതാക്കളും BJP നേതാക്കളും ഒക്കെ അവിടെ കുതിച്ചെത്തി, കാര്യങ്ങൾ വിലയിരുത്തി. അപ്പോഴും ജനങ്ങൾ വിജയെ കുറ്റപ്പെടുത്തുന്ന നിരവധി സംഭാഷണങ്ങൾ നമ്മൾ കണ്ടു. ഇനി വിജയ്ക്ക് ഒരു തിരിച്ചുവരവുണ്ടാകുമോ? അതോ ഇതും മറക്കുന്ന ജനതയായി തമിഴ് ജനത മാറുമോ? അത്ര എളുപ്പമല്ല. രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. ഒരു ദുരന്തമുണ്ടായിട്ട്, അതും താനും തൻ്റെ പാർട്ടിയും കാരണം ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിജയ്ക്ക് തമിഴക രാഷ്ട്രീയത്തിൽ എന്ത് സ്ഥാനം ഇനി ഉണ്ടാകുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. വൈകാരികമായ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരു ജനത കൂടിയാണ് തമിഴ് ജനത. 2 സാധ്യതകളാണ്. ഒന്ന്, വിജയെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ തമിഴ് ജനത ഒരു പക്ഷേ തയ്യാറായേക്കില്ല. കാരണം അത്ര കണ്ട് ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. വിജയ് പറഞ്ഞ പല സംഭാഷണങ്ങളും പല വാക്കുകളും അവരുടെ മനസ്സിലുണ്ട്. വിജയുടെ വലിയ ഫാൻ ബേസ് ആ തരത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും
സംഭവിച്ചപ്പോൾ അതിനെ കൈകാര്യം ചെയ്യാതെ, ദുരന്തമുണ്ടായപ്പോൾ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാതെ ഒളിച്ചോടിയ വിജയ്ക്ക് തമിഴ് ജനത എന്തു മറുപടി നൽകുമെന്നതും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും കമൽഹാസൻ പറഞ്ഞ പ്രധാന കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്: ആൾക്കൂട്ടം വോട്ടാകില്ല. ജനമനസ്സുകളിൽ കയറണമെങ്കിൽ രാഷ്ട്രീയക്കാരന് അതിൻ്റെ പക്വത വേണം. ദുരന്തങ്ങൾ അല്ലെങ്കിൽ ക്രൈസിസുകൾ അത് കൈകാര്യം ചെയ്യാനുള്ള അവധാനത വേണം. ജനമനസ്സുകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവർക്കൊപ്പം യാത്ര ചെയ്യണം. തൻ്റെ ജനങ്ങളുമായുള്ള സമ്പർക്കം അത് കുറയുന്നു എന്നുള്ള ആക്ഷേപം, അല്ലെങ്കിൽ ജനങ്ങളെ കാണാൻ താൻ എത്തുന്നില്ല എന്ന ആക്ഷേപം കുറയ്ക്കാൻ വേണ്ടിയാണ് വിജയ് എല്ലാ ശനിയാഴ്ചകളിലും ഇത്ര വലിയ പരിപാടികൾ സംഘടിപ്പിച്ചത്. പക്ഷേ അതിപ്പോൾ ദുരന്ത പരിപാടിയായി. നേരത്തെ പറഞ്ഞതുപോലെ MGR ഒക്കെ ഒരുപാട് ആൾക്കൂട്ടങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അവിടെ ചോര വീണിട്ടില്ല. വിജയിയുടെ ആൾക്കൂട്ടങ്ങളിൽ ചോര വീഴുകയാണ്. ആദ്യ തവണയല്ല, നേരത്തെയും കുഴഞ്ഞു വീണ് മരിച്ച പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ തമിഴ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? വിജയിയുടെ വാഴ്ചയോ അതോ വീഴ്ചയോ? ഇപ്പോൾ വരുന്ന ഒരു പുതിയ അപ്ഡേറ്റിലേക്കാണ്. ഇപ്പോൾ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 40 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 39 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരുന്നത്. അതിപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. 40 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 50-ലധികം ആളുകളാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 5ഓളം പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു, 40 ആയിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവരികയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെന്നൈ പ്രതിനിധി ശ്രീ PN ശ്രീകുമാർ കൂടി ചേരുകയാണ്. ശ്രീ PN ശ്രീകുമാർ, നമുക്കറിയാം തമിഴക രാഷ്ട്രീയത്തെ തിരുത്തിക്കുറിക്കാൻ ഇറങ്ങിയ വ്യക്തിയാണ് സൂപ്പർ സ്റ്റാർ വിജയ്. തൻ്റെ സൂപ്പർ സ്റ്റാർഡം വോട്ടായി മാറ്റാമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. തുടക്കത്തിലെ ഈ പ്രവർത്തനങ്ങൾ, പൊതുയോഗങ്ങൾ, റാലിയിലൊക്കെ ഉള്ള ആ വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടായിരുന്നു. മറ്റ് പാർട്ടികൾക്ക് അത് വലിയ ആശങ്കയും ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഈ അപ്രതീക്ഷിതമായ ദുരന്തം. അതിന് ഒരു വലിയ കാരണം അദ്ദേഹത്തിന് നിരുത്തരവാദിത്തപരമായിട്ടുള്ള നടപടി തന്നെയാണ് എന്നുള്ള വലിയ വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ കരൂർ ദുരന്തം വിജയുടെ രാഷ്ട്രീയ ഭാവിയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ചെന്നൈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്ന ചർച്ചകൾ. അതോടൊപ്പം ഇതോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കും എന്നുള്ള ചില ചർച്ചകളൊക്കെ അവിടെ സജീവമായി നടക്കുന്നുണ്ടോ? നമസ്കാരം. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ ഭാവി എത്രത്തോളം ദീർഘിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരം തന്നെയാണ് ഇത് വേണം കരുതാനായിട്ട്. കഴിഞ്ഞ കുറെ കാലമായിട്ട് MGRന്റെ പോലെ കരുണാനിധിയുടെ ഒരു സിനിമാ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്താമെന്നുള്ള തമിഴ് സിനിമാ ലോകത്തിന്റെ ഒരു പ്രതീക്ഷ ഏതാണ്ട് രജനീകാന്തിൽ കൂടി അവസാനിച്ചതാണ്. അതിനുശേഷം കമൽഹാസൻ ശ്രമിച്ചു, അതും നടന്നില്ല. വിജയിയുടെ രാഷ്ട്രീയ ഭാവി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ദുരന്തം കാരണം അതൊരു 6-7 മാസങ്ങൾക്ക് മുമ്പ് അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. വിജയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒട്ടും പക്വതയില്ലാത്ത ഏതാനും വിജയുടെ സിനിമ ഒരു പശ്ചാത്തലം അറിയാമല്ലോ. നമ്മുടെ പച്ചാളം ഭാസിമാർ ഒരു 50 പേരെ വെച്ചാൽ മാത്രമേ അയാളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവം വരുള്ളൂ. അത്തരത്തിലുള്ള ഒരു നടനാണ്. ആ നടനാണ് തമിഴകത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കാം എന്നുള്ള ഒരു വലിയ ദുരാഗ്രഹം കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടിയത്. ഇന്നലത്തെ ഈ സംഭവം കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ചർച്ച തന്നെയാണ് തമിഴകത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം. താങ്കളുടെ ഒരു സർക്കിളിലുള്ള തമിഴ് ജനതയൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് വരുന്നത്? പൂർണ്ണമായും വിജയിയെ വിമർശിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഇന്നലത്തെ ഈ ഒരു സംഭവം അത് ഒരു പക്വമതിയായ ഒരു മനുഷ്യന്റെ രീതിയിലുള്ള പ്രവർത്തനം ആയിരുന്നില്ലല്ലോ, ഒരു കാഴ്ച ആയിരുന്നില്ലല്ലോ ഇന്നലെ ഈ സംഭവം നടന്ന ആ ഒരു രംഗത്ത് വിജയ് എന്ന് പറയുന്ന ആളിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പിന്നെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ സ്ഥലം വിടുകയാണ് ചെയ്തത്. അത് അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് തമിഴകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ചെന്നൈയിലും ഒക്കെ രാഷ്ട്രീയക്കാർ പറയുന്നത് അദ്ദേഹത്തെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി ശ്രീകുമാർ, അതായത് നമുക്കറിയാം ഇപ്പോൾ DMKയ്ക്കൊക്കെ ഇപ്പോൾ വീണ് കിട്ടിയിട്ടുള്ള ഒരു ആയുധമാണ്. അവർ രാഷ്ട്രീയപരമായി അത് പല തരത്തിലും ഇനിയുള്ള നാളുകളിലുമൊക്കെയും വരുന്ന തിരഞ്ഞെടുപ്പിലും ഒക്കെ ഉപയോഗിക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ അവരുടെ ഭാഗത്തു നിന്ന്, മറ്റുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്നിട്ടുള്ള പ്രതികരണം DMKയ്ക്ക് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന് ഇതിനോടകം തന്നെ പറഞ്ഞൊരു സാഹചര്യം, അതിനെയൊക്കെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇല്ല, അത് കടുത്ത നടപടിയിലേക്ക് തന്നെ പോകുമല്ലോ, അതിനകത്ത് സംശയമുള്ളത്. കാരണം ഇന്നലെ ഈ ദുരന്തം അറിഞ്ഞ ഉടനെ പിന്നെ കോൺഗ്രസിന്റെ MP ജ്യോതിമണി അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നടപടിയല്ലോ. എത്രയും പെട്ടെന്ന് അവിടെ കരൂരിലെത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി.
ഗവൺമെന്റിന്റെ മന്ത്രിമാർ 2-3 പേർ ഉടനെ എത്തി, മുഖ്യമന്ത്രി ഉടനെ എത്തുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം ഒന്ന് കെട്ടടങ്ങി. ഇപ്പോഴും ദുരന്തമുഖത്ത് ഇനി എത്ര മരണം ഉണ്ടാവുമെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു അന്തിമ രൂപം വന്ന ശേഷം ശക്തമായിട്ടുള്ള നടപടി തമിഴ്നാട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് അറിയാവുന്നത്, അതായത് വിജയുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് അത് അത്രത്തോളം സുശക്തമാണ്. അത് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നതല്ല ശക്തമായ ഫാൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിജയെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ പ്രതിഷേധം ഉയരില്ലേ? ഇനി സാധ്യത കുറവാണ്. കാരണം വിജയുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഫാൻ ബേസ് അല്ലല്ലോ. അതൊരു ചലച്ചിത്ര നടനോടുള്ള ഒരു ആരാധന മാത്രമാണ് ഈ വിജയന്റെ റാലികൾക്കും മറ്റും കൂടുന്നത്. അത് കമലഹാസൻ പറഞ്ഞത് ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ ശരിയാവാൻ തന്നെയാണ് സാധ്യത. ഒരു രാഷ്ട്രീയം ഇത്തരം വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ അതിന് തുറന്നടവിലേക്ക് പോകുമ്പോൾ വിജയനെ പിന്തുണയ്ക്കാൻ ഒരുപാട് ആളുകൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. അതിന് വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഒരു ചെറിയ ശ്രമം, അവരുടെ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ശ്രമം ഒക്കെ ഉണ്ടാവുന്നുള്ളതിൽ കഴിഞ്ഞൊരു വലിയ ബഹുജന മുന്നേറ്റമൊന്നും വിജയനെതിരെ സ്വീകരിക്കുന്ന നടപടിക്ക് എതിരായിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ വ്യക്തമാണ്. നന്ദി ശ്രീ PN ശ്രീകുമാർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെന്നൈ പ്രതിനിധിയാണ് അദ്ദേഹം അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അടക്കം വിശകലനം ചെയ്യുകയായിരുന്നു. മടങ്ങിയെത്താം വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. മറ്റു വാർത്തകളിലേക്ക് കൂടി. സംസ്ഥാന മുൻ DGP ജേക്കബ് തോമസ് RSSൽ സജീവമാകുന്നു. ഒക്ടോബർ 1 കൊച്ചിയിൽ നടക്കുന്ന RSS പദസഞ്ചലനത്തിൽ പങ്കെടുക്കും. നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന സാധ്യതയും ജേക്കബ് തോമസ് തള്ളിയിട്ടില്ല. സംഘടന നൽകുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. സർവീസിലുടനീളം ജേക്കബ് തോമസ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് പ്രത്യേകിച്ചും പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വലിയ ഏറ്റുമുട്ടലാണ് അദ്ദേഹവും സർക്കാരുമായി, ഇന്നത്തെ ആഭ്യന്തര വകുപ്പുമായൊക്കെ ഉണ്ടായത്. ഏതായാലും റിട്ടയർമെന്റിന് ശേഷം IPSൽ നിന്ന് പിരിഞ്ഞ ശേഷം അദ്ദേഹം BJP അനുഭവം പ്രകടിപ്പിച്ചു. പിന്നീട് BJPയിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. ഇപ്പോൾ പൂർണ്ണ സമയ RSS പ്രവർത്തകനാകാനുള്ള തീരുമാനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒക്ടോബർ 1 എറണാകുളത്ത് നടക്കുന്ന പദസഞ്ചലനത്തിൽ പങ്കെടുക്കും. RSSനോട് തനിക്ക് നേരത്തെ പ്രതിപത്തി ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ NGO എന്ന നിലയിൽ അവർ നടത്തുന്ന സേവനങ്ങളുടെ പേരിൽ അവരോട് വലിയ മമതയുണ്ടായിരുന്നു. പക്ഷെ സർവീസ് കാലത്ത് അങ്ങനെ ഒരു കാരണവശാലും ആ രീതിയിൽ മമത പ്രകടിപ്പിക്കാൻ, താല്പര്യം പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ പൂർണ്ണ സമയ പ്രവർത്തകനാകാൻ താൻ തീരുമാനമെടുത്തിരിക്കുന്നു തന്നെയാണ് ജേക്കബ് തോമസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല RSS ഏൽപ്പിക്കുന്ന എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ വർഷങ്ങളായിട്ട് 1997 മുതൽ ഞാൻ RSSുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ ഈ 100ാം വർഷമാകുന്ന ഈ ഒരു വേളയിൽ ഒരു RSSനോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ RSS ഏത് ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാലും ഞാൻ ഇനി അത് ചെയ്യുന്നതായിരിക്കും. പൂർണ്ണ സമയവും RSSന് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടാൽ അതും ഞാൻ ചെയ്യുന്നതായിരിക്കും. കേരളത്തില് ജനങ്ങള് ഇപ്പോൾ കുറേയധികം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു രാജ്യസ്നേഹിയായ ഒരാൾക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ RSS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാരതത്തെ നമ്മോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭാരതത്തെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരാൾക്ക് കേരളത്തിലെ ഇന്ന് കാണുന്ന ഭരണത്തിന്റെ ഒരു പരിണിത ഫലമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളിതൊന്നും ബാധിക്കുന്നില്ല, നമ്മളിതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല. അത്തരം ഒരു സാധ്യത കൂടി തുറന്നിട്ടുകൊണ്ടാണ് RSS ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലയും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി വളരെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സിനിമ, സാംസ്കാരിക, കായിക രംഗങ്ങളിലെ പ്രമുഖരുമൊക്കെ BJPയിലേക്ക് നേരിട്ട് എത്താറുണ്ട്, അംഗത്വം എടുക്കാറുണ്ട്. ഇപ്പോൾ ജേക്കബ് തോമസ് ഒരു പടി കൂടി കടന്ന് BJP അല്ല RSSന്റെ പൂർണ്ണസമയ പ്രവർത്തകനാകാനാണ് തയ്യാറെടുക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം സർവീസിലുള്ള സമയത്ത് IPS ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏറെ വർഷം ഒന്നും പോലീസ് യൂണിഫോം
കാക്കി യൂണിഫോം ഇടാൻ അവസരം ലഭിച്ചതിന് പലപ്പോഴും മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ തലപ്പത്തേക്കാണ് പോലീസിലെയും അതുമായി പുറത്തുള്ള വകുപ്പുകളുടെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ തലപ്പത്താണ് അദ്ദേഹത്തിന് പലപ്പോഴും സർക്കാരുകൾ സ്ഥാനം നൽകിയിട്ടുള്ളത്, അദ്ദേഹത്തിന് പോസ്റ്റിംഗ് തസ്തിക നൽകിയിട്ടുള്ളത്. ഏതായാലും ഇനി എന്തായാലും അദ്ദേഹത്തിന് കാവി അണിഞ്ഞ് അദ്ദേഹത്തിന് RSSന്റെ വേഷത്തിൽ അദ്ദേഹത്തെ കാണാനാകും. ഒക്ടോബർ 1 അദ്ദേഹം പദസമ്മേളനത്തിൽ പങ്കെടുക്കും. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മുസ്ലിം ലീഗിനെതിരെ SNDP യൂണിയൻ മുഖ മാഗസിൻ യോഗനാഥത്തിൽ ലേഖനമെഴുതി KT ജലീൽ. സാമ്പത്തിക തട്ടിപ്പുകളിൽ മുങ്ങിക്കുളിച്ച് മുസ്ലിം ലീഗ് എന്ന തലക്കെട്ടിലാണ് ലേഖനം. ലീഗിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളുടെ ആകെ തുകയാണ് ലേഖനം. വെള്ളാപ്പള്ളി വിമർശിച്ചത് മുസ്ലിങ്ങളെ അല്ല, മുസ്ലിം ലീഗിനെയാണെന്ന് ജലീൽ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേ നിലപാടിന്റെ ചുവടുപിടിച്ചാണ് യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തെയും ജലീൽ വിശദീകരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പുകളിൽ മുങ്ങിക്കുളിച്ച് മുസ്ലിം ലീഗ് എന്ന KT ജലീലിന്റെ ലേഖനം ചർച്ചാ വിഷയമാകുന്നത് അതിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് അത് എവിടെ പ്രസിദ്ധീകരിച്ചു എന്നതുകൊണ്ടാണ്. SNDPയുടെ മുഖപത്രമായ യോഗനാഥത്തിലാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് മുസ്ലിം സമുദായത്തിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തിയ വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം KT ജലീൽ തന്നെ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ രംഗത്തെത്തിയിരുന്നു. മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനമല്ല വെള്ളാപ്പള്ളി നടത്തിയത്, മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്നായിരുന്നു അന്ന് അദ്ദേഹം വിശദീകരിച്ചത്. ആ നിലപാട് ലീഗ് തള്ളിക്കളഞ്ഞിരുന്നു, സാമുദായിക സംഘടനകളും തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ ജലീൽ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനോടടുത്ത് SNDPയുടെ അടുത്ത് നിൽക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്ത് നിൽക്കെ ജലീലിന്റെ ഈ നിലപാട് എന്തിനാണ് വഴിവെക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. സാമുദായിക സംഘടനകൾ, മുസ്ലിം സാമുദായിക സംഘടനകൾ നേരത്തെ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു, വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സാമുദായിക സംഘടനകളുമായി ജലീലിന് അടുപ്പമുണ്ട്. ജലീലിന്റെ ഈ നിലപാടിനെ അവരെങ്ങനെ കാണുന്നു, അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാം SNDPയുമായിട്ടും NSSുമായിട്ടും ഒക്കെ വലിയ അടുപ്പം കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലയളവാണ്. NSS മുൻ നിലപാടിൽ നിന്ന് മാറി ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു. SNDPയുടെ അധ്യക്ഷനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുഖ്യമന്ത്രിയുമായി ഒപ്പം നിൽക്കുന്നു. അങ്ങനെ ഹിന്ദു സാമുദായിക സംഘടനകളെ, ഭൂരിപക്ഷ സംഘടനകളെ ഒപ്പം നിർത്തുവാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ അതിന് സഹായിക്കുന്ന നിലപാട് മുസ്ലിം ലീഗിൽ നിന്ന് വന്ന മുസ്ലിം സാമുദായിക സംഘടനകളുമായി വലിയ ബന്ധമുള്ള KT ജലീൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജലീലിന്റെ ഈ ഒരു നിലപാടിന്റെ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തെല്ലാമാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. സാമുദായിക സംഘടനകൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതും അറിയേണ്ടതാണ്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് വിഷയത്തിൽ ജലീലിനെതിരെ നിലപാട് സ്വീകരിച്ചതാണ്. അത് ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ഒരുപക്ഷെ വിമർശനങ്ങൾ കൂടുതൽ ഉന്നയിക്കുകയും ചെയ്യും. പക്ഷേ ജലീലിന്റെ ഈ നിലപാടിനോട് സാമുദായിക സംഘടനകളുടെ സമീപനം എങ്ങനെയായിരിക്കും, അത് എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാണെങ്കിലും മാറുന്ന ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ചായ്വിനൊപ്പം ജലീൽ അവരുടെ ഒരു നാവായിട്ട് മലബാറിൽ മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിന്റെ പ്രതികരണങ്ങൾ ഏതെല്ലാം തരത്തിലായിരിക്കും, ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക എന്നതുകൂടി കണ്ടു തന്നെ അറിയേണ്ടതാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. PK കുഞ്ഞാലിക്കുട്ടിക്കും PK ഫിറോസിനും മുസ്ലിം ലീഗിനുമെതിരെ വിമർശനവും വെല്ലുവിളിയുമായി KT ജലീൽ MLA. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജലീലിന്റെ വെല്ലുവിളി. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ നിയമസഭയിൽ ഉന്നയിക്കാനാണ് ജലീലിന്റെ വെല്ലുവിളി. ഐസ്ക്രീം കേസും വിവാദമായ ബന്ധു നിയമന വിവാദവും എല്ലാം പരാമർശിച്ച് ആണ് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി യുഗം ഫിറോസിലൂടെ പുനർജനിക്കരുത് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് തുറന്ന കത്തെന്ന പേരിലാണ് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ എന്തുകൊണ്ട് ലീഗ് നിയമസഭയിൽ ഉന്നയിക്കുന്നില്ലെന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ജലീൽ ഐസ്ക്രീം കേസും ബന്ധുനിയമന വിവാദവും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്നു. PK ഫിറോസിന്റെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്ന എല്ലാ രേഖകളും കൈപ്പറ്റി എനിക്കെതിരെ സ്പീക്കർക്ക് രേഖാമൂലം ആരോപണം എഴുതി നൽകി സഭയിൽ ഉന്നയിക്കാൻ അങ്ങ് തയ്യാറാകണമെന്ന് വിനീതമായി താൽപ്പര്യപ്പെടുന്നു. നിയമസഭ നടക്കുന്ന സമയമായതിനാൽ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നിയമസഭാ പാർട്ടി യാതൊരു താൽപ്പര്യക്കുറവും കാണിക്കരുത്. എനിക്കെതിരായ ആരോപണം തെളിഞ്ഞാൽ എന്നെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കുകയും ചെയ്യാമല്ലോ, ജലീൽ കുറിച്ചു. ഐസ്ക്രീം പാർലർ കേസിൽ കുറ്റവിമുക്തനാക്കി ജസ്റ്റിസ് സിറിയക് ജോസഫ് ഉൾപ്പെടുന്ന ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ച് നടത്തിയ വിധി PK കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നല്ലോ എന്ന് കുറിച്ച ജലീൽ തന്നെ ഉന്മൂലനം ചെയ്യാൻ PK ഫിറോസിനെ കുട്ടിക്കുരങ്ങനാക്കി PK കുഞ്ഞാലിക്കുട്ടി കളിപ്പിക്കുകയായിരുന്നു എന്നും കുറിച്ചു. ന്യൂസ് 18 മലപ്പുറം.
സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിരന്തരം ഉണ്ടാകുന്നതിനിടെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ. ഭാരതാംബ വിവാദത്തിന് ശേഷം ആദ്യമായാണ് രാജ്ഭവന്റെ മാസികയായ രാജഹംസത്തിന്റെ പ്രകാശന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ഒന്നിച്ചത്. പരിപാടിയിൽ നിന്ന് ഭാരതാംബ ചിത്രം ഒഴിവാക്കിയിരുന്നു. അതേസമയം ഗവർണറുടെ അധികാരം സംബന്ധിച്ച മാസികയിലെ ലേഖനത്തിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ലേഖനത്തിലെ വാദങ്ങൾ സർക്കാരിന്റെ അഭിപ്രായങ്ങളല്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളുടെ മഞ്ഞുരുക്കൽ വേദിയായി മാറിയിരിക്കുകയാണ് രാജഹംസം ജേണലിന്റെ പ്രസിദ്ധീകരണ വേദി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാജ്ഭവനിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നത്. രാജ്ഭവനിൽ ഈ ഭാരതാംബയുടെ ചിത്രം വേദിയിൽ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ ജേണലിന്റെ പ്രസിദ്ധീകരണ വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായത്. അദ്ദേഹം ഈ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചതിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞു. അതിൽ കൃത്യമായൊരു രാഷ്ട്രീയം കൂടിയുണ്ടായിരുന്നു. ജനാധിപത്യം അഭിപ്രായങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ സംഗമ വേദി കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇങ്ങനെയൊരു ജേണൽ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഈ ജേണലിലുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയില്ല. അവിടെ രാജ്ഭവനിൽ പ്രത്യേകിച്ച് ഗവർണറുടെ നിലപാടുകളാണ് ഈ ലേഖനങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് ഈ ജേണലിലെ 30-31 പേജുകളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച ഗവർണറുടെ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ ആർട്ടിക്കിൾ. അതിൽ ഈ ഗവർണർ ഏത് തരത്തിലായിരിക്കണം, ഗവർണറുടെ അധികാരങ്ങൾ ഏത് തരത്തിലാണ്, ജനാധിപത്യ സർക്കാർ നിലവിലുള്ള സ്ഥലത്ത് ഗവർണറുടെ വിവേചനാധികാരം എങ്ങനെ വേണം ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആർട്ടിക്കിൾ 200 ഉറപ്പ് നൽകുന്ന ഭരണഘടനയിലെ ഗവർണറുടെ പ്രത്യേക അധികാരങ്ങൾ സംബന്ധിച്ചാണ് ഈ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതടക്കം ഗവർണറുടെ നിലപാടാണ് ഈ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന് സർക്കാർ നിലപാടുമായി ബന്ധമില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചു. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പിന്നീട് ഗവർണറും ഈ സംസാരിച്ചത്. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം രാജ്യത്ത് ഒരു രാജ്ഭവനിൽ നിന്ന് രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് നടക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടാനായി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൂടി അതിനെ സംബന്ധിച്ച കൃത്യമായ ധാരണകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇൻ ഹൌസ് ജേണൽ പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ്. എന്തായാലും ഈ ഒരു ജേണൽ രാജ്ഭവനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഈ പ്രമുഖ വ്യക്തികളുടെ സന്ദർശനങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ചുമൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ജേണൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഗവർണറുമായി ഏറെ നാളായി നിലനിന്നിരുന്ന തർക്കങ്ങൾ അത് അവസാനിക്കുന്നതിനൊരു വേദി കൂടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ഇവിടെ നടന്ന ഈ ജേണലിന്റെ പ്രസിദ്ധീകരണ ചടങ്ങ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ തർക്കം തുടരുന്നു. നിലവിലെ കമ്മിറ്റിയിൽ രാഹുലിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ച അബിൻ വർക്കിയെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് നിർബന്ധിതരാകുമെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചു. കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായ ബിനു ചുള്ളിയിലിനെ അധ്യക്ഷനാക്കാനുള്ള അവസാനഘട്ട ചർച്ചകൾ തുടരുന്നതിനിടെയാണ് നിലപാട് കടുപ്പിച്ച് ഐ ഗ്രൂപ്പ് രംഗത്തെത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിനുള്ള അന്തിമവട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പട്ടികയിൽ ഏറെ മുൻതൂക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ബിനു ചുള്ളിയിലിനെതിരെ ഐ ഗ്രൂപ്പ് നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. ബിനുവിനെ അധ്യക്ഷനാക്കാനുള്ള നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഐ ഗ്രൂപ്പ് മുമ്പോട്ട് വെക്കുന്നത് അബിൻ വർക്കിയുടെ പേരായിരുന്നു. അബിൻ വർക്കിക്കാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട കമ്മിറ്റിയിൽ ഏറ്റവും അധികം വോട്ടുകൾ രണ്ടാമത് ലഭിച്ചത്. പക്ഷേ ജനാധിപത്യ രീതിയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ അബിൻ വർക്കിയെ തടഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാതിരുന്ന ബിനു ചുള്ളിയിലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായി നടത്തുന്ന നീക്കം ഇതിന്റെ മെറിറ്റ് അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണ് ഐ ഗ്രൂപ്പ് നേതൃത്വം ഈ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ അടക്കം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും അറിയിച്ചിരിക്കുന്നത്. ഒരു കാര്യമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. സാമുദായിക സമവാക്യങ്ങൾ തെറ്റുമെന്ന് പറഞ്ഞ് അബിൻ വർക്കിയുടെ സാധ്യത ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് കൃത്യമായി അതിനോട് പ്രതികരിക്കേണ്ടി വരും, പരസ്യ പ്രതികരണം നടത്തേണ്ടി വരും. അതൊരു മുന്നറിയിപ്പായി നേതൃത്വത്തെ അറിയിക്കുകയാണ് എന്നാണ് ഐ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ, അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിയാതിരിക്കുന്നത് സജീവമായി ഈ 3 പേരുകൾ ചർച്ച ചെയ്ത് നിൽക്കുന്നതിനാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെ
KM അഭിജിത്തിനെ അധ്യക്ഷനാക്കണമെന്ന നിലപാടിലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം അഭിജിത്ത് ഒരിക്കൽ തഴയപ്പെട്ടതാണ്. ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹി പട്ടികയിലും KM അഭിജിത്ത് ഉൾപ്പെട്ടിരുന്നില്ല. അതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം സംസ്ഥാനത്ത് നിന്ന് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നടക്കം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും അഭിജിത്തിനെ തഴഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് നീക്കമെങ്കിൽ അതിന് വലിയ തരത്തിലുള്ള വില കൊടുക്കേണ്ടി വരുമെന്നാണ് അഭിജിത്തിനെ അനുകൂലിക്കുന്നവർ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ ബിനു ചുള്ളിയിലേക്ക് ഏറെക്കുറെ ഈ പേരുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഐ ഗ്രൂപ്പും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അബിൻ വർക്കിയുടെയും ബിനു ചുള്ളിയിന്റെയും KM അഭിജിത്തിന്റെയും പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അവസാനവട്ട ചർച്ചകൾ നടക്കുന്നത്. അതിൽ മുതിർന്ന നേതാക്കളെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടുള്ള മുതിർന്ന നേതാക്കളെ ഈ സംഭവങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒറ്റ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തിമവട്ട ചർച്ചകളാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ഡാൻ ഗുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി കൂടുതൽ ചെറുകക്ഷികളെ മുന്നണിയിലെത്തിക്കാൻ UDF. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനുവിനെ മുന്നണിയിൽ എടുക്കാനുള്ള ചർച്ചകൾക്ക് പിന്നാലെ NCP അജിത് പവാർ പക്ഷത്തെയും മുന്നണിയിൽ എടുക്കാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. മുന്നണി മാറ്റത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വൻ കലഹങ്ങളാണ് ഉയരുന്നത്. ദേശീയ തലത്തിൽ NDA പക്ഷത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന NCP അജിത് പവാർ പക്ഷത്തിന്റെ കേരള ഘടകത്തിന്റെ കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിന്റെ സർക്കുലറാണിത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCP UDFന്റെ ഭാഗമായി രംഗത്തിറങ്ങണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടിയുടെ നിർദ്ദേശമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. മുന്നണി പ്രവേശനത്തിന് മുന്നോടിയായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെ 4 കേന്ദ്രങ്ങളിലായി സ്മൃതി സംഗമം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റു കേന്ദ്രങ്ങളിലും കോൺഗ്രസ് നേതാക്കളാണ് ഉദ്ഘാടകർ. മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ട്രയാങ്കിൾ എന്ന സംഘടനയുടെ പേരിലാവും പരിപാടി സംഘടിപ്പിക്കുക. പിന്നീട് പാർട്ടിയുമായി UDF നേരിട്ട് സഖ്യത്തിലാകുമെന്നും മുഹമ്മദ് കുട്ടി പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. UDFിലേക്ക് ചേരാനുള്ള നീക്കം എന്നുള്ളത് NCPയുടെ ഔദ്യോഗിക പക്ഷത്തുനിന്നും കേന്ദ്ര ഘടകത്തുനിന്നും യാതൊരു മുന്നറിയിപ്പുമില്ല. ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. NCP ദേശീയ തലത്തിൽ ദേശീയ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ട് മഹാരാഷ്ട്രയിൽ ഭരണത്തിലിരിക്കുന്നു. ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ലോക്സഭാ MPയും 2 രാജ്യസഭാ MPമാരുമായിട്ട് ഈ മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജനറൽ സെക്രട്ടറിയും സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ മമ്മൂട്ടി പാർട്ടിയെ UDFന്റെ ഘടകകക്ഷിയാക്കാൻ തീരുമാനമെടുത്തു എന്ന് ഒരു സർക്കിൾ മുഖാന്തരം ഞങ്ങൾ അറിയുകയാണ്. ദേശീയ തലത്തിൽ NDAക്കൊപ്പമാണ് നിലവിൽ അജിത് പവാർ പക്ഷമുള്ളത്. സംസ്ഥാനത്തെ മറ്റു നേതാക്കൾക്കും NDAയോടൊപ്പം തുടരാനാണ് ആഗ്രഹം. UDF ബാന്ധവത്തെ എതിർത്ത നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായും മുഹമ്മദ് കുട്ടി വിരുദ്ധർ ആരോപിക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. NSS മേഖലാ സമ്മേളനം നടക്കാനിരിക്കെ പത്തനംതിട്ട കൊടുമണ്ണിൽ കരയോഗ കെട്ടിടങ്ങൾക്ക് മുന്നിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധ ബാനർ കെട്ടി. സമ്മേളനത്തിനായി സ്ഥാപിച്ച സുകുമാരൻ നായരുടെ ചിത്രങ്ങളും നശിപ്പിച്ചു. നായർ സേവ് ഫോറം എന്ന പേരിലാണ് ബാനർ കെട്ടിയിട്ടുള്ളത്. തിരുവല്ല, പെരിങ്ങയിലും സമാനമായ രീതിയിൽ ബാനർ കെട്ടിയിട്ടുണ്ട്. NSS ഇടതുപക്ഷത്തിനൊപ്പമെന്ന വ്യാഖ്യാനങ്ങൾ തെറ്റെന്ന് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിൽ സമദൂര നിലപാടെന്നാണ് NSS ജനറൽ സെക്രട്ടറി ഇന്നലെയും ആവർത്തിച്ചത്. SNDPയും NSSുമായി UDFന് നല്ല ബന്ധമെന്നും ചെന്നിത്തല പറഞ്ഞു. പക്ഷേ NSS നിലപാടെടുത്തു. ഞങ്ങൾക്ക് അതിൽ എതിർപ്പൊന്നുമില്ല, അവർക്ക് നിലപാടെടുക്കാം. പക്ഷേ അത് രാഷ്ട്രീയ മാറ്റമായി ആരും കാണണ്ട. കാരണം NSS ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു, ഞങ്ങൾ സമദൂരത്തിലാണ്. ആ സമദൂരം പണ്ട് മുതലേ ഉള്ളതാണ്. ആ സമദൂരം ഇപ്പോഴും നിൽക്കുന്നു എന്നത് അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. UDFന് അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള പ്രയാസവും. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോ മതപരമായി ജാതീയമായി ആളുകളെ ഭിന്നിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എതിരെ കൊലവിളി നടത്തിയ BJP പ്രതിനിധി പ്രിന്റു മഹാദേവിനെതിരെ പരാതി നൽകി കോൺഗ്രസും KSUവും.
രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന പ്രിന്റുവിന്റെ പ്രസ്താവന അതീവ ഗൗരവതരമാണെന്നും വധഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിബിൻ മാമൻ തിരുവല്ല പോലീസിൽ പരാതി നൽകി. BJP നേതാവിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU നേതാവ് ഗോകുൽ ഗുരുവായൂരും DGPക്ക് പരാതി നൽകി. കൊച്ചി മട്ടാഞ്ചേരിയിലെ വെർച്വൽ തട്ടിപ്പിൽ മുഖ്യപ്രതി പിടിയിൽ. മുംബൈ സ്വദേശി സന്തോഷാണ് പിടിയിലായത്. മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്ന് 2,88 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. സംഭവത്തിൽ മറ്റ് 4 പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു മട്ടാഞ്ചേരി സ്വദേശിയായ 59-കാരിയെ തട്ടിപ്പ് സംഘം വിളിച്ചത്. മുംബൈ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചു. വ്യാജ ഓൺലൈൻ കോടതിയിൽ ഹാജരാക്കിയെന്നും വീട്ടമ്മ പരാതിയിൽ പറയുന്നുണ്ട്. ഒരു യുവതിയെ കൊണ്ട് സാക്ഷിയും പറയിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ഇവർ 9 ലക്ഷം രൂപയാണ് നൽകിയത്. ജൂലൈ 10 മുതൽ ഓഗസ്റ്റ് 30 വരെ 2.88 ലക്ഷം രൂപയും കൈമാറി. ബാങ്കിലെത്തിയപ്പോഴേക്കും തട്ടിപ്പ് സംഘം വിളിച്ചു. ബാങ്ക് ജീവനക്കാരോട് മെഡിക്കൽ ആവശ്യമെന്ന് പറയാനും ആവശ്യപ്പെട്ടു. പിന്നീട് സ്വർണം പണയം വെച്ചാണ് 62 ലക്ഷം രൂപ വീട്ടമ്മ നൽകിയത്. പണം നൽകിയിട്ടും സംഘം വിടാതായതോടെയാണ് ഇവരുടെ ഭർത്താവ് മട്ടാഞ്ചേരി പോലീസിന് പരാതി നൽകിയത്. പോലീസ് അന്വേഷണത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരു ഉത്തരേന്ത്യൻ സംഘമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇന്നലെ മട്ടാഞ്ചേരി പോലീസ് എന്തായാലും കേസ് മട്ടാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലാകുന്നത്. മറ്റ് 4 പ്രതികൾക്കായുള്ള അന്വേഷണവും ഊർജിതമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഒരു മാസത്തിനിടയിൽ 4 സൈബർ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വെർച്വൽ തട്ടിപ്പ് ഒരു തുടർക്കഥയാകുന്നു എന്ന് തന്നെയാണ് പോലീസും അറിയിക്കുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവനന്തപുരത്ത് CPM മുൻ നേതാവിനെ ലോഡ്ജ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിഴിഞ്ഞം സ്വദേശി സ്റ്റാൻലിയാണ് മരിച്ചത്. വിഴിഞ്ഞം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. മെഡിക്കൽ കോളേജ് ചാലക്കുഴി റോഡിലെ സ്വകാര്യ ലോഡ്ജിലാണ് സ്റ്റാൻലിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ. ഏഷ്യാകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ടൂർണമെന്റിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ ഫൈനൽ വരെ എത്തിയതെങ്കിൽ ഇന്ത്യക്കെതിരായ 2 മത്സരങ്ങളിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു. അഭിഷേക് ശർമ്മയുടെ ഫോമും കുൽദീപ് യാദവിന്റെ ബൌളിംഗ് മികവുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്ത്. സൂപ്പർ 4ലെ അവസാന മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയ്ക്കും അഭിഷേക് ശർമ്മയ്ക്കും പരുക്കേറ്റെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിവരം. ചേസ് ചെയ്യുന്ന ടീമിന് കൂടുതൽ വിജയങ്ങളുള്ള ദുബായിൽ ടോസ് നേടുന്ന ക്യാപ്റ്റൻ ബൌളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ പുതിയ അധ്യായമായ വിമൻസ് പ്രീമിയർ ലീഗിന് ഇനി മലയാളി നേതൃത്വം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജിനെ വിമൻസ് പ്രീമിയർ ലീഗിന്റെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുത്തു. ഇന്ന് മുംബൈയിൽ ചേർന്ന BCCI വാർഷിക പൊതുയോഗം ഐകകണ്ഠേനയാണ് ജയേഷ് ജോർജിനെ തെരഞ്ഞെടുത്തത്. WPLന്റെ പ്രഥമ ചെയർമാൻ എന്ന ചരിത്ര നേട്ടം കൂടിയാണ് ഈ നിയമനത്തിലൂടെ ജയേഷ് ജോർജ് സ്വന്തമാക്കുന്നത്.